ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വരുന്ന എക്സാമുകളിൽ പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, വേലകളിക്ക് പ്രസിദ്ധി ആർജിച്ച സ്ഥലം ഏത്? ആലപ്പുഴ. വേലകളിക്ക് പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് ആലപ്പുഴ. അടുത്തത്, മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ കുറ്റിയാടി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റിയാടി. അടുത്തത്, SNDP യോഗത്തിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആര്? ആൻസർ ഡോക്ടർ പൽപു. SNDP യോഗത്തിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ പൽപു. അടുത്തത്, എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് എന്ന്? ആൻസർ 2004 സെപ്റ്റംബർ 20. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20-നാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? ആൻസർ 1967. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967. അടുത്തത്, മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യം ഏത്? ആൻസർ സ്വിറ്റ്സർലാൻഡ്. മാട്ടുപ്പെട്ടി കന്നുകാലി ഗവേഷണ കേന്ദ്രവുമായി സഹകരിക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അടുത്തത്, പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ആൻസർ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ്. അടുത്തത്, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആര്? ആൻസർ AK ആൻ്റണി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് AK ആൻ്റണി. അടുത്തത്, കൊല്ലത്തെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആൻസർ ആര്യങ്കാവ് ചുരം. കൊല്ലത്തെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. അടുത്തത്, കബനി നദി ഒഴുകുന്ന ജില്ല ഏത്? ആൻസർ വയനാട്. കബനി നദി ഒഴുകുന്ന ജില്ലയാണ് വയനാട് ജില്ല. അടുത്തത്, മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഹരിപ്പാട്. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യ റെയിൽവേ വാഗൺ നിർമ്മാണ യൂണിറ്റ് ഏത്? ആൻസർ ചേർത്തല. കേരളത്തിലെ ആദ്യ റെയിൽവേ വാഗൺ നിർമ്മാണ യൂണിറ്റാണ് ചേർത്തല. അടുത്തത്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ സമ്പൂർണ്ണ മലയാളി ആര്? ആൻസർ ടിനു യോഹന്നാൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ സമ്പൂർണ്ണ മലയാളിയാണ് ടിനു യോഹന്നാൻ. അടുത്തത്, കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് എന്ന്? ആൻസർ 1956 ഒക്ടോബർ 15. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956 ഒക്ടോബർ 15-നാണ്. അടുത്തത്, പത്മപ്രഭ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഉണ്ണികൃഷ്ണൻ പുതൂര്. പത്മപ്രഭ പുരസ്കാരം ആദ്യം ലഭിച്ച വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പുതൂര്. അടുത്തത്, കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ പേരിലുള്ള കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ കായംകുളം. കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ പേരിലുള്ള കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ ഏത്? ആൻസർ വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ അല്ലെങ്കിൽ നിശബ്ദ ചിത്രം എന്നറിയപ്പെടുന്നത് വിഗതകുമാരനാണ്. അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഏത്? ആൻസർ വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം അല്ലെങ്കിൽ യാത്രാ വിവരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് വർത്തമാന പുസ്തകമാണ്. അടുത്തത്, കേരള റൂറൽ ഡെവലപ്മെൻറ്റ് ബോർഡ് നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ 1971. കേരള റൂറൽ ഡെവലപ്മെൻറ്റ് ബോർഡ് നിലവിൽ വന്ന വർഷം 1971. അടുത്തത്, സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ആൻസർ കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. അടുത്തത്, സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ വയനാട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ജില്ല. അടുത്തത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമുള്ള നാണയം പുറത്തിറക്കിയ വർഷം ഏത്? ആൻസർ 2006. ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമുള്ള നാണയം പുറത്തിറക്കിയ വർഷമാണ് 2006. അടുത്തത്, കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം ഏത്? ആൻസർ ചെറുകോൽപ്പുഴ. പത്തനംതിട്ടയിലെ ചെറുകോൽപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലമാണ് ചെറുകോൽപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ. അടുത്തത്,
മാപ്പിള കലാപങ്ങൾ അടിച്ചമർത്തുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട പോലീസ് സേന ഏത്? ആൻസർ മലബാർ സ്പെഷ്യൽ പോലീസ്. മാപ്പിള കലാപങ്ങൾ അടിച്ചമർത്തുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. അടുത്തത് സാഹിത്യ കുടീരം ആരുടെ വീട്ടുപേരാണ്? ആൻസർ പണ്ഡിറ്റ് KP കറുപ്പൻ. സാഹിത്യ കുടീരം പണ്ഡിറ്റ് KP കറുപ്പൻ്റെ വീട്ടുപേരാണ്. അടുത്തത് കുമാരനാശാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ തോന്നയ്ക്കൽ. കുമാരനാശാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. അടുത്തത് വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെ? ആൻസർ സൈലന്റ് വാലി ദേശീയോദ്യാനം. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. അടുത്തത് അവസാന മാമാങ്കം നടന്നത് എന്ന്? ആൻസർ AD 1755. അവസാന മാമാങ്കം നടന്നത് AD 1755. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏത്? ആൻസർ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി, കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല, കൊല്ലം. അടുത്തത് വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചതാര്? ആൻസർ മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അടുത്തത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാര്? ആൻസർ വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് കടൽ തീരമില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ല ഏത്? ആൻസർ കോട്ടയം. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ലയാണ് കോട്ടയം. അടുത്തത് രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? ആൻസർ 1922. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് 1922. അടുത്തത് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? KP കേശവമേനോൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. അടുത്തത് മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ KP കേശവമേനോൻ. മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് KP കേശവമേനോൻ. അടുത്തത് കവിത ചാട്ടവാറാക്കിയ കവി എന്ന വിശേഷണമുള്ള കവി ആരാണ്? ആൻസർ കുഞ്ചൻ നമ്പ്യാർ. കവിത ചാട്ടവാറാക്കിയ കവി എന്ന വിശേഷണമുള്ള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അടുത്തത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ആൻസർ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അടുത്തത് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ഏത്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട്. അടുത്തത് കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ചട്ടമ്പി സ്വാമികൾ. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്തത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? പട്ടംതാണുപിള്ള. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് പട്ടംതാണുപിള്ള. അടുത്തത് കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ച ദിവാൻ ആര്? ആൻസർ RK ഷൺമുഖം ചെട്ടി. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ച ദിവാനാണ് RK ഷൺമുഖം ചെട്ടി. അടുത്തത് വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ മണ്ണടി. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. അടുത്തത് അരുന്ധതി റോയിയെ ബുക്കർ പ്രൈസിന് അർഹയാക്കിയ കൃതി ഏത്? ആൻസർ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരുന്ധതി റോയിക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത കൃതി എന്നറിയപ്പെടുന്നത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. അടുത്തത് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ ജില്ലാ കളക്ടർ ആര്? ആൻസർ HV കനോലി. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ ജില്ലാ കളക്ടറാണ് HV കനോലി. അടുത്തത് SNDP യോഗത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ശ്രീനാരായണ ഗുരു. SNDP യോഗത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ വെളിയന്തോട്. നിലമ്പൂരിലെ വെളിയന്തോടിലാണ് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിതമായത് എവിടെയാണ്?
ആൻസർ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. അടുത്തത് നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ അപ്പു നെടുങ്ങാടി. നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകൻ അപ്പു നെടുങ്ങാടിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, 50ഓളം ചോദ്യങ്ങളാണ് നോക്കിയത്. LDCക്കും അതുപോലെ തന്നെ LGSനും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.